ആവേശത്തിന്റെ പോരാട്ടം കുറുകയാണ്. മിറാക്കിളിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് അഭിമാന പോരാട്ടമാണ്. ഈ സമയം ആകാശത്ത് വിമാനം, താഴത്തെ അഭിമാനം. സജിയ വിനോദ് കൃഷ്ണൻ ഈ ഒരു മത്സരത്തിന്റെ ഓപ്പൺ ചെയ്യാനെത്തുന്ന റമീസ് R6 9 റൺസിനെ 10 മാറ്റാൻ ബാറ്റിംഗ് സൈഡിലേക്ക് എത്തിയവർക്കെതിരെ റമീസ് R6 ബോളുമായി. Really well. That's extreme revenging start. First ball by single. അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പിടിക്കാൻ ഒരുങ്ങിയത് ആദ്യ ബോളിൽ റണ്ണിലൂടെ. ഇനി 5 ബോളിൽ 9 റൺസ് വിജയിക്കാൻ നൗ വിനോയ് കൃഷ്ണൻ. ലെഫ്റ്റും റൈറ്റുമാണ് ഈ ഒരു ബാറ്റിംഗിന്റെ കോമ്പിനേഷൻ. സ്ട്രൈക്കിൽ ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ബാറ്റർ വിനോയ് കൃഷ്ണൻ. ബോൾ നമ്പർ 2. 2 ബോളുകളും കഴിയുന്നു. 2-ൽ അവസാനിക്കുമെന്ന് തീർത്തവർക്ക് അതിനെ ഇനിയും കാത്തിരിക്കാം. ഇനിയും 4 ബോളുകൾ ബാക്കി നിൽക്കുന്നു 8 റൺസ് വിജയിക്കാൻ. And here now it's to collect the ball. Extra coveril fielder. ആദ്യത്തെ വിക്കറ്റ് fell down. 3 ബോളിൽ 8 റൺസ്. ത്രില്ലിലേക്ക് മാച്ച് എത്തുന്നു. 4 ബോളിൽ തീർക്കാൻ പോയവർക്ക് 3 ബോൾ ബാക്കി വെക്കുന്നു. ഇനിയും 2 ബോൾ ഉപയോഗിക്കണം വിജയിക്കണമെങ്കിൽ. 3 ബോളിൽ 8 റൺസ്. യാസർ പാപ്പി ലിയോ ഈ ഒരു മത്സരത്തിന് ഇങ്ങനെയൊരു സിനാരിയോ ഒരുക്കിയത് യാസർ പാപ്പി ലിയോയുടെ 2ാം ഇന്നിംഗ്സിൽ 5ാമത്തെ ഓവറായിരുന്നു. ഒരുപക്ഷെ ഇവിടെ ഒരു വീര വിപ്ലവ നായകന് ഒരിക്കൽ കൂടി കിരീടം ചൂടേണ്ടി വരും. Now is 3 balls 8 required. മൂന്ന് ബോളിൽ 8 റൺസ്. സൂപ്പർ ഡെലിവറി റമീസ് R6. ഇത് ചെറിയ കളിയല്ല, ഇത് വലിയ കളികൾ കണ്ടുപടുത്തവന്റെ ഒരു ചെറിയ കളി മാത്രം. ഇനി 2 ബോളിൽ 8 റൺസ്. മിറാക്കിൾ ക്രിക്കറ്റ് ലീഗിൽ ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്ന് മാൻ ഓഫ് ദ മാച്ച് ബെസ്റ്റ് ബാറ്ററുമായി മാറി. രാജാവുക്ക് മേലെ യാറുമില്ലടേ എന്ന് കാണിക്കുന്നവൻ രാജാതിരാജയായി റമീസ് R6 വാഴുമ്പോൾ, പരപ്പനങ്ങാടിക്കാർക്ക് ഒരു പൊന്മുത്തം ചാർത്തുമ്പോൾ, ടെന്നീസ് ക്രിക്കറ്റിന്റെ താരചാടയില്ലാത്ത, കിരീടം ചൂടാത്ത താരരാജാവ് R6 എന്ന് തെളിയിക്കുന്നു. കൺഗ്രാജുലേഷൻ ടീം പിക് പാക്ക് ഹോളിഡേയ്സ്. Yes, almost done and we are going to the next match. Second quarter final മത്സരത്തിലേക്ക് പോവാം. ഇത് പിക് ബാക്ക് ഹോളിഡേയ്സിന്റെ ചരിത്ര നിമിഷങ്ങൾ തന്നെ എന്ന് പറയാം. ഗ്രൂപ്പ് മത്സരങ്ങളിൽ ആദ്യ 2 മത്സരങ്ങൾ പരാജയപ്പെട്ടു തുടങ്ങിയപ്പോൾ നിങ്ങൾക്കിനി പോകാം, നിങ്ങൾക്കുള്ള ടിക്കറ്റ് റെഡി എന്ന് പറഞ്ഞവർക്ക് കണ്ണുകുളിർക്കെ കാണാൻ, പല്ലിളിച്ചവർക്ക് മുന്നിലേക്ക് നെഞ്ചു വിരിച്ച് നടക്കാൻ Pick back holidays, the first semi-finalist, Miracle Cricket League Season 1. We are going to the next second quarter final match that between Vinesh Kottakkal versus Maitri Mangalam. 2 ടീമുകളും എത്രയും പെട്ടെന്ന് ഗ്രൗണ്ടിൽ ഇറങ്ങി മത്സരം തുടങ്ങേണ്ടതാണ്. വിനേഷ് won the toss and choose to bowl.
ഓക്കെ, നെക്സ്റ്റ് മാച്ചിലേക്ക് നീങ്ങാം. മത്സരങ്ങളുടെ അവസാന ദിവസമാണ്. മിറാക്കിൾ ക്രിക്കറ്റ് ലീഗിൽ മൈലാഞ്ചി ഹോളിഡേയ്സ് പ്രസൻസിന്റെ വിനേഴ്സിന് മൈലാഞ്ചിയും റണ്ണേഴ്സിന് മിറാക്കിൾ സ്കെച്ചേഴ്സും മെമന്റോ സ്പോൺസർ ചെയ്യുമ്പോൾ AJ റോയൽസ് ബുള്ളറ്റ് സർവീസ് ആൻഡ് സ്പൈസ് ആലിംഗലാണ് മൂന്നാം സ്ഥാനത്തെ ടീമുകൾക്ക് ട്രോഫി സ്പോൺസർ ചെയ്യുന്നത്. നാലാം സ്ഥാനത്തേക്കുള്ള ട്രോഫി സ്പോൺസർ ചെയ്തിരിക്കുന്നത് 24 ബേക്കറി മംഗലം. കൂടെ മോസ്റ്റ് വാല്യബിൾ പ്ലെയർക്ക് ചിക്കെക്സ് RM ടവർ കോട്ടായി റോഡ് മംഗലം. ഹിയർ second quarter final, winners won the toss, choose to bowl first. ഉന്മേഷ് വളാഞ്ചേരി, ഹർഷ തലശ്ശേരി മാച്ച് സ്റ്റാർട്ട് ചെയ്യാനെത്തുന്നു. ബാറ്റിംഗ് സൈഡിൽ ഉനൈസ്, ബോളിംഗിൽ ഉനൈസും നല്ലൊരു സഖ്യം തന്നെ ആദ്യ ഓവറിൽ. നൗ ഫസ്റ്റ് ബോൾ ഉന്മേഷ് വളാഞ്ചേരി taking easy and off the mark. സിംഗിൾ എടുത്ത് തുടങ്ങുന്നു. നല്ല തുടക്കം ആദ്യത്തെ ഓവറിൽ, ആദ്യത്തെ ബോളിൽ. ആൻഡ് റൈറ്റ് ഹാൻഡ് ബാറ്റർ അർഷാദ് തലശ്ശേരി. വിജയങ്ങൾ കൊണ്ട് ഈ സീസൺ നിറച്ച താരമാണ് അർഷാദ്. ഓക്കെ, ആദ്യത്തെ ബോളുകൾ തന്നെ അദ്ദേഹം ഈ ഒരു സമയം മുതലെടുക്കുന്ന 6 ഓവർ മത്സരത്തിന്റെ 36 ബോളുകളെ വേണ്ട രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. ആദ്യ ബോളിൽ ഒരു വലിയ ഷോട്ടിന് ശ്രമിച്ചെങ്കിലും ഉനൈസിന്റെ ഒരു മനോഹര ബൗളിംഗ് അതിന് അനുമതി നൽകിയില്ല. Now is another success delivery, ball number 3. അർഷാദിനെ സാക്ഷിയാക്കി 2 പന്തും അവസാനിച്ചു. ടോട്ടലി 3 ബോളിൽ 1. കട്ടററിജ അടുത്ത പന്തും. ഇന്ന് ഉനൈസ് പൂർവാധികം സ്റ്റിമുലേറ്റായി എറിയുന്ന 4 പന്ത് അവസാനിക്കുമ്പോൾ 3 ബോൾ അർഷാദിനെതിരെ ഡോട്ട് ബോൾ. And last 2 more. Unmesh and Arshad, the best openers of the tournament. Started individual score, take it easily, single and both side of the mark. Last ball. Last ball. The batter try for a stop by leg by Smith, ball cross. Then end of the first over, 6 runs. ആദ്യത്തെ ഓവർ സമാപിച്ചു. ഉനൈസ് എറിഞ്ഞ ആദ്യ ഓവറിന് 6 റൺസ് മാത്രം നൽകിക്കൊണ്ട് നന്നായി തുടങ്ങാൻ സാധിക്കുന്നു വിനേസ് കോട്ടക്കൽ. നെക്സ്റ്റ് ഓവർ. നെക്സ്റ്റ് ബോളർ ഷഫീർ അലി. രണ്ടാം ഓവറിലേക്ക് ഷഫീർ അലി. സെക്കൻഡ് ക്വാർട്ടർ ഫൈനൽ മാച്ച്. ഗംഭീരമായ ഒരു ഓവറോട് തുടങ്ങി വെച്ച വിനേസ് കോട്ടക്കലിനോടൊപ്പം രണ്ടാം ഓവറിലേക്ക് ഷഫീർ അലിയെ ചൂസ് ചെയ്യുന്നു ക്യാപ്റ്റൻ. നൗ ഹിയർ ഓൺ സ്ട്രൈക്ക് അർഷാദ്. ഒരു സക്സസ് ജേർണി തന്നെയാണ് ബോളിംഗ് സൈഡിൽ കാണുന്നത്. രണ്ടാമത്തെ ഓവറിലും
ഗംഭീര സ്റ്റാർട്ട് നൽകാൻ സാധിച്ചു. ഷഫീർ അലി in between. Next match, third quarter final match, Shining Star vs Kelton മലപ്പുറം. രണ്ടുപേരുടെയും ക്യാപ്റ്റനെ ടോസിനെ ക്ഷണിക്കുന്നു. Into the straight fielder, a superstar. Then excellent delivery. ഉനൈസ് അഴകുള്ള 6 പന്തുകളുമായി ഉനൈസ് കഴിഞ്ഞെങ്കിൽ ഷഫീർ അലി അഴക് ചോരാതെ തന്നെ എറിയാനും സാധിക്കുന്നു. അർഷാദ് അലി ഒരു ചെറിയ ഇടവേളകൾക്ക് ശേഷം അർഷാദ് അലി തന്റെ സ്വത ശൈലിയിലേക്ക് ഒന്ന് ബാറ്റ് വീശുന്നു. ലോങ് ഓഫിന് മുകളിലേക്ക് ഒരു സിക്സർ. ഗ്രാവിറ്റി മീഡിയയിലൂടെ മത്സരം വീക്ഷിക്കുന്നവരോട് ഇന്നത്തെ ദിവസത്തിൽ ഒരുപാട് ടൂർണമെന്റുകൾ പല ഭാഗത്തും നടക്കുന്നത് കാരണം ക്രിക്ക് ഹീറോസിന് ചെറിയ ഒരു ഹാങ് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്കോർ ആഡ് ചെയ്യാൻ ചെറിയ ഒരു പ്രയാസമുണ്ട്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. Then excellent bowling again is continued. അടിപതറാതെ തന്നെ ഈ ഒരു മാച്ചിനെ രണ്ടാമത്തെ ഓവറിലേക്ക് ടോസ് വിജയിച്ച ടീം ക്യാപ്റ്റന്റെ തീരുമാനത്തിനോടൊപ്പം ചേരുന്ന ഭംഗിയുള്ള രണ്ടാം ഓവറിലേക്ക് ബോൾ ചെയ്യുന്നു ഷഫീർ അലി. അർഷാദ് അദ്ദേഹത്തിന്റെ ഫോമിലേക്ക് എത്താൻ ഒരല്പം പ്രയാസം കാണുന്നു തോന്നപ്പെടുന്നു. ഓക്കെ, എൻഡ് ഓഫ് ദ സെക്കൻഡ് ഓവർ. ഫസ്റ്റ് ഓവർ 6, ആദ്യത്തെ ഓവറിൽ 6 എങ്കിൽ രണ്ടാമത്തെ ഓവറിൽ 9 റൺസ് നേടിക്കൊണ്ട് 15 റൺസുമായി 2 ഓവർ സമാപിക്കുകയാണ്. 15 റൺസ് 2 ഓവേഴ്സ് കംപ്ലീറ്റ്. മൂന്നാമത്തെ ഓവറിലേക്ക് നീങ്ങുന്നു. പപ്പു പാലക്കാട് പ്രസിദ്ധ താരങ്ങളിൽ പ്രശസ്തി അർജിച്ച താരങ്ങളിൽ ഒന്ന്, ജേഴ്സി നമ്പർ 18 പപ്പു പാലക്കാട്. പപ്പു പാലക്കാട് തനിക്കെത്ത പോരാളി എത്തിയപ്പോൾ അർഷാദിന്റെ കളിയും മാറി ഷോട്ടുകൾ കൊണ്ട് തുടങ്ങാൻ സാധിക്കുന്നു. ആദ്യത്തെ ബോളിൽ 6. മൂന്നാമത്തെ ഓവറാണ്. ആദ്യ ഓവറുകളിൽ 15 റൺസ്, 2 ഓവറിൽ മൂന്നാമത്തെ ആദ്യത്തെ ഓവറിൽ 6. നൗ സ്കോർ 21. അർഷാദ് ഒരൽപ്പം ഫോർവേഡ് ചെയ്തടിക്കാൻ ശ്രമിച്ചു, പക്ഷേ പപ്പു ആ ഒരു പന്തിനെ നിയന്ത്രിതമായി തന്നെ ഉപയോഗിച്ചു. Dot ball. Yeah, here moving to the next ball. Pappu, that's a cutter. സ്പെഷ്യലായി കൊണ്ടുവന്ന കട്ടറാക്കിയ ബോൾ ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് ബാറ്റർക്ക് പോലും തൊടാൻ സാധിക്കാതെ. Yeah, here 3 more ball. Lovely delivery. പപ്പു പാലക്കാട്. ഉന്മേഷും അർഷാദും ക്രീസിലുള്ളപ്പോൾ ഒരു ടീമിന് ഇത്തരം ഒരു സ്കോർ മൂന്നാം ഓവറിലെത്തുമ്പോഴും ഒരുപക്ഷെ അപൂർവ കാഴ്ചയായി മാറും. 22 റൺസ്, 2 ഓവറും 4 ബോളും അവസാനിച്ചു.
This another special ball. Papu Palakkad, Unmesh Valancheriye വിക്കറ്റിന് മുന്നിലൂടെ പന്ത് പോകുന്നു. റൺസ് അനുവദിക്കാതെ തന്നെ പപ്പുവും പിശുക്ക് കാണിക്കുന്നു. നിലവിൽ സ്കോർ 22. ലാസ്റ്റ് ബോൾ. ചെയർമാൻ ഫീൽഡർ സിംഗിൾ എനന്റ്. ഓവർ നമ്പർ 3. സ്കോർ 23. കേൾട്ടൺ മലപ്പുറം, ഷൈനിങ് സ്റ്റാർ പാലത്തിങ്ങൽ. 3ാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് വേണ്ടി ക്യാപ്റ്റൻസ് എത്തേണ്ടതാണ്. ഒരു ഷിഫ്റ്റ് വാഹനം നമ്മുടെ വഴി തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, നിർബന്ധമായി മാറ്റണമെന്ന് അറിയിക്കുന്നു. അതുപോലെ തന്നെ വഴി തടസ്സപ്പെടുത്തിയ എല്ലാ വാഹനങ്ങളും ഒന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുന്നു. വഴി തടസ്സപ്പെടുത്തിയ ബൈക്ക് അടക്കമുള്ള എല്ലാ വാഹനങ്ങളും നിർബന്ധമായി മാറ്റി പാർക്ക് ചെയ്യണം. പ്രദേശവാസികൾക്കും ഈ ടൂർണമെന്റിനും സാരമായി ബാധിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് സഹകരിക്കുക. Moving to the over number 4. Azad 23 റൺസിൽ 4ാമത്തെ ഓവർ തുടരുന്നു. ആദ്യ ബോളിൽ ഒരു സിംഗിളോടെ ഉന്മേഷ് അർഷാദ് 6 ഓവർ മത്സരത്തിന്റെ പതിയെ നീങ്ങുന്ന സ്കോറിന് ഒരു കൗണ്ടർ അറ്റാക്ക്. ശക്തമായ ഒരു അടി തുടങ്ങേണ്ട സമയം അതിക്രമിക്കുന്നു. 4ാമത്തെ ഓവറിൽ 2 ബോൾ അവസാനിക്കുന്നു. അർഷാദ്, ഉന്മേഷ്. So nice delivery into the back, direct into the square leg, deep square leg. 3 more balls left. Azad എന്തുകൊണ്ടോ വളരെ ഗംഭീരമായി തന്നെ ഓപ്പണേഴ്സ് ബോളേഴ്സിന് സാധിച്ച സ്പെല്ല് ആസാദിലും എത്തുമ്പോഴും പിഴവില്ലാതെ തന്നെ സാധിക്കുന്നു. ഹിയർ ഗോയിങ് ടു ദ ബെസ്റ്റ് സ്പെൽ. Oh, no, it was a juicy but couldn't connect well. നിലവിൽ 4 ബോൾ അവസാനിക്കുന്നു. സോറി, last 2 more. Yeah, good teamwork. It was wonderful teamwork. അഞ്ച് ബോളും അവസാനിക്കുന്നു. Our last one is stand at full power. Good shot, it's extreme shot out of the crowd. Then another 6 in this innings. കൂടുതൽ ശക്തരായി മടങ്ങാൻ ഇനി 2 ഓവർ കൂടി ബാക്കി നിൽക്കുന്നു. 4 ഓവർ സമാപിച്ചു. 33 റൺസ്. 120-ൽ പരം സ്കോറുകൾ കണ്ട ഈ ഒരു മൈതാനം ഇന്നലെയും മിനിയാന്നുമായി 2 ദിവസങ്ങൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള പ്രഗത്ഭ താരങ്ങൾ പങ്കെടുത്ത ഈ ടൂർണമെന്റ് ഇന്ന് 2ാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിലേക്ക് എത്തി നിൽക്കുന്നു. 33 റൺസ് 4 ഓവറിൽ. വീണ്ടും പപ്പു പാലക്കാട്. അവസരത്തിനൊത്ത് തന്നെ ബോളേഴ്സ് ഉണർന്നു പ്രവർത്തിക്കുമ്പോൾ അത് മാച്ചിന് ഗുണകരമായി ബാധിക്കാം വിനീസ് കോട്ടക്കലിന്. മൈത്രി ഫ്രണ്ട്സ് മംഗലത്തിന് ഇനിയുള്ള 12 ബോളുകൾ ഈ ഒരു മത്സരത്തെ തന്നെ മാറ്റിമറിക്കാവുന്ന 12 ബോളുകളാണ് അർഷാദ് സ്ട്രൈക്കിൽ.
പപ്പു പാലക്കാട് എറിയുന്ന ഓരോ പന്തുകൾക്കും അതിൻ്റെതായ ഷാർപ്പ് കാണുന്നു. ഒരു ബോളിലും ഒരു സിംഗിൾ. 34. ഉന്മേഷ് Oh, that's another difficult delivery. Magical and miracle ball. ഔട്ട്സൈഡിൽ നിന്നും അത് സ്വിംഗ് ചെയ്യുന്നു ഇന്നിലേക്ക്. പപ്പു പാലക്കാട് പന്തുകളെ കുത്തിത്തിരിപ്പ് കൊണ്ട് ശ്രദ്ധിക്കപ്പെടുന്ന താരം പപ്പു പാലക്കാട്. Unexpected, unfortunately, the ball goes into the fielder. Hands, yes, clear. ഓൺ സൈഡിലേക്ക് കളിക്കാൻ ശ്രമിച്ച അർഷാദിന് ഓഫ് സൈഡിലേക്ക് വന്ന് അൺഎക്സ്പെക്റ്റഡ് ചെയ്ത് പോയതെങ്കിൽ ഒരു ക്യാച്ചിലേക്ക് ആദ്യത്തെ വിക്കറ്റ്. വിന്നേഴ്സ് ഈ ഒരു മത്സരത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന കാഴ്ചയാണ്. ഓരോ ബോളേഴ്സും അവരുടെ തിളക്കം മാറുന്ന പ്രകടനങ്ങൾ. 4 ഓവറുകൾ 5-ാം ഓവറിലേക്ക് എത്തിക്കുമ്പോൾ 35 റൺസ് സ്കോറിൽ ഒരു വിക്കറ്റ് നഷ്ടപ്പെടുന്നു. ഇനി 8 ബോളുകളാണ് ബാക്കിയുള്ളത്. Yeah, now it's time the batter try for the pull shot. Yeah, here Abdullah. ടൂർണമെന്റിൽ സാഹചര്യങ്ങൾ വളരെ ദയനീയമായ രീതിയിലേക്ക് നീങ്ങുന്നു. ഉജ്ജ്വല സ്കോർ പ്രതീക്ഷിച്ചവർക്ക് മുന്നിലാണ് 5-ാമത്തെ ഓവർ 3 റൺസ് വിട്ടു നൽകിക്കൊണ്ട് പപ്പു എറിയുന്നു. ലാസ്റ്റ് ബോൾ 36 റൺസാണ് 5-ാമത്തെ ഓവറിൽ. 5 ബോളും അവസാനിച്ചപ്പോൾ പപ്പുവിന്റെ ബോളിങ്ങിലൂടെ 37 റൺസ്. Yeah, 36 ആണ്. 36 റൺസാണ് സ്കോറിൽ. End of over number 5, 36 runs. നിലവിൽ 5 ഓവറും സമാപിച്ചു 36 റൺസിൽ. ലാസ്റ്റ് ഓവറിലേക്ക് മൈത്രി ഫ്രണ്ട്സ് മംഗലം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ മൈത്രി ഫ്രണ്ട്സിൽ ഇത്തരമൊരു സ്കോറല്ല പ്രതീക്ഷിച്ചതെങ്കിൽ ബോളേഴ്സിന്റെ ഫോം ഒരുപക്ഷെ അവർക്ക് മുന്നിലേക്ക് കൂടുതൽ ശക്തിയായപ്പോൾ അത് അവരെ സാരമായി ബാധിക്കുകയാണ്. ലാസ്റ്റ് ഓവറിലേക്ക് ഫൈനൽ ഓവർ. ശിശിൽ അവസാന ഓവർ അവിസ്മരണീയതയിൽ തുടങ്ങാൻ സാധിച്ച ആദ്യത്തെ ബോൾ ഡോട്ട്. 36 റൺസിൽ നിൽക്കുന്നു അബ്ദുള്ള സ്ട്രൈക്കിൽ. 5 ബോളുകൾ അബ്ദുള്ളക്ക് മുന്നിലുണ്ട്. ഒരു ടീമിന് ഭേദപ്പെട്ട സ്കോറിലെത്തിക്കാൻ അബ്ദുള്ള മാത്രം ഇനി. സെക്കൻഡ് ഷിജിൽ ഡെലിവറി. ഉന്മേഷ് വളാഞ്ചേരി ആ ഒരു ബോളിന് അബ്ദുള്ളയെ ബലി നൽകുന്നു. 2ാമത്തെ ബോളിലേക്ക് ഒരു വിക്കറ്റ് മാത്രമായി മാറിയപ്പോൾ റൺസ് ഇല്ലാതെ ഒരു വിക്കറ്റ് കൂടിയാകുമ്പോൾ 36 റൺസിൽ 5ാമത്തെ ഓവർ 4 ബോൾ മാത്രം ബാക്കി നിൽക്കുന്നു. കൃത്യമായ പ്ലാനിങ്ങും ടീം വർക്കും ഇവിടെ വർക്കൗട്ട് ആവുകയാണ് വിന്നേഴ്സ് കോട്ടക്കലിന്.
Yeah, this stand very important. The batters did much better. Yeah, he got 1-6. ശേഷിക്കുന്ന പന്തുകൾ 3 ബാക്കി നിൽക്കുന്നു. 42 റൺസാണ് സ്കോർ ബോർഡിൽ. Now why? Oh, it's a white signal and single. No, it's not. Yeah, white runs. Call it. Now stand signal again from center, white extras. And ball number 4 is very clear. It's fantastic movement for last over. Shichil. Score more 44 runs. There are 2 more. Oh, the batter try for a step out. എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിനൊന്നും സാധിക്കുന്നില്ല. 5 ബോളുകൾ അവസാനിക്കുന്നു. വിനേഷ് കോട്ടക്കൽ 6 ഓവർ മത്സരത്തിന്റെ 5 ഓവറും കഴിഞ്ഞ് 6-ാം ഓവറിൽ 5 പന്തുകളും കഴിയുന്നു. 45 റൺസ് ലാസ്റ്റ് ബോൾ. ഷാജി പാപ്പാൻ. ഷാജി പാപ്പാൻ അവസാനത്തിൽ ഒരു 6. യെസ്, പലർക്കും സാധിക്കാത്തത് ഷാജി ഒരൊറ്റ ബോൾ കൊണ്ട് നേടിയ ഒരു 6 സമാപിക്കുകയാണ് ഈ മാച്ച്. ആദ്യ ഇന്നിംഗ്സ് 51 റൺസാണ് സ്കോർ ബോർഡിൽ. ജയിക്കാൻ 52 റൺസ്. 52 required to win. ചരിത്രത്തിന്റെ താളുകളിലേക്ക് തങ്കലിപികളാൽ എഴുതപ്പെടേണ്ട ഒരൊറ്റ പേര്, അത് ഒന്നേ ഒന്ന് ഹസരു, അത് റഊഫ് അട്ടേരി. Yeah, that is a blast out in the party. It's
പപ്പു പാലക്കാട് ആൻഡ് റൌഫ് അട്ടേരി 52 വിജയ ലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗിനിറങ്ങിയ വിനൈസ് കോട്ടക്കൽ. എക്സലന്റ് കംബാക്ക് നേടിയ സ്കോറിന് വേണ്ടി ഡിഫെൻഡിങ് ചെയ്യാനും തുടങ്ങിയിരിക്കുന്നു ഉന്മേഷ് വളാഞ്ചേരി. ആദ്യ 2 ബോളുകൾ അവസാനിക്കുന്നു. പപ്പു പാലക്കാടിനെ മുന്നിൽ നിർത്തിയ 2 പന്തുകൾ റൺസ് നൽകാതെ ബീറ്റേൺ ചെയ്യാൻ സാധിക്കുന്നു ഉന്മേഷ് വളാഞ്ചേരിക്ക്. 52 ടാർഗറ്റ്. തേർഡ് ബോൾ. Three more. Yeah, 4 in a row. 4 ബോളുകൾ തുടരെ റൺസ് നൽകാതെ പപ്പു വളാഞ്ചേരിക്ക് മുന്നിലേക്ക് മറ്റൊരു കട്ടർ സ്പെഷ്യൽ. Now last ball to go. It's time to take it easily. Single and off the mark. Team off the mark. An excellent delivery and end of the over number 1. ആദ്യത്തെ ഓവർ സമാപിക്കുന്നു. 6 ഓവർ മത്സരത്തിൽ 52 വേണ്ടി വന്ന ടീമിന് 1 റൺസ് നൽകി ആദ്യ ഓവർ സമാപിക്കുന്നു. 5 ഓവർ. മൈത്രി ഫ്രണ്ട്സ് മംഗലത്തിന് മുന്നിൽ ഇനി ശേഷിക്കുന്ന 5 ഓവറുകൾ. സെമി ഫൈനൽ കടക്കാൻ ടൂർണമെന്റിൽ ആദ്യ സെമി ഫൈനലിസ്റ്റായി പിക്ക് ബാക്ക് ക്വാളിഫൈ ചെയ്യുന്നു. 2ാം സെമി ഫൈനലിസ്റ്റിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ മത്സരം തുടരുന്നു. 3ാം ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് വേണ്ടി ക്യാപ്റ്റൻസിനെ ക്ഷണിക്കുകയാണ്. കെൽട്ടൺ, ഷൈനിങ് സ്റ്റാർ. കെൽട്ടൺ ക്യാപ്റ്റൻ, ഷൈനിങ് സ്റ്റാർ ക്യാപ്റ്റൻ ടോസിനെത്തേണ്ടതാണ്. അബൂബക്കർ സുദ്ദീഖ്. ഗുഡ് കോൺട്രിബ്യൂഷൻ. ഫസ്റ്റ് ബോൾ. 6 ബോൾ അവസാനിച്ച ആദ്യത്തെ ഓവറിന് ശേഷം ആദ്യ ഓവറിലേക്ക് എത്തിയ അബൂബക്കർ സുദ്ദീഖ്. വൈഡ്. റൌഫ് അട്ടേരി ഈ ടൂർണമെന്റിലെ ആദ്യ ഹാഫ് സെഞ്ചുറി ടൂർണമെന്റിനെ സമ്മാനിച്ച താരമാണ് റൌഫ് അട്ടേരി. ആദ്യ ദിവസം വൈറൽ ബോയായി മാറിയ റൌഫ് സ്ട്രൈക്കിൽ. അൺസ്റ്റോപ്പബിൾ പെർഫോമൻസ്. ആദ്യ ദിവസം തുടങ്ങി വെച്ചത് അവസാന ദിവസത്തിലേക്ക് പടർത്താൻ തുടരുകയാണ്. ആദ്യത്തെ സിക്സർ. Kälten and Shining Star. Saddam CP, please come. Photos. This time the Pappu Palakkad. അതിർത്തികൾക്കപ്പുറത്തേക്ക് അടിച്ചു പരത്തിയ പപ്പുവിന്റെ ചരിത്രം കേരളം കണ്ടതാണ്. പപ്പുവിന് പുതിയൊരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ല. 2 സിക്സറുകൾ, 52ന്റെ ട്രാവലിംഗ്. Last 2. 3 more to go last.
Yes, nice delivery. That's half volley by Abubakar. Is wide. Yeah, that's a fair delivery. Then end of over number 2. 14 runs. 2 ഓവർ സമാപിച്ചപ്പോൾ 14 റൺസാണ്. കാൽട്ടൺ മലപ്പുറം ടോസ് നേടിയിട്ടുണ്ട്. ഷൈനിങ് സ്റ്റാറിനെതിരെ ബോളിംഗ് തിരഞ്ഞെടുത്തു. ഇരുപത്തിനാല് ബോളിൽ 38 റൺസാണ് വിജയിക്കാൻ. Spark is down a smash hard by Rauf. Atteri special. Atteri King. ജയിക്കാൻ വേണ്ട സ്കോറിലേക്ക് വേണ്ട രീതിയിലേക്കുള്ള സ്കോർ എത്താൻ തുടങ്ങിയിരിക്കുന്നു. ഇനി 36 റൺസ്. റൺസ് ജയിക്കാൻ. ഷോട്ട് അഗൈൻ, മാക്സിമം ഫോർ എ 6. റിയലി സൂപ്പർ സ്റ്റാർ ഹിയർ, Rauf Atteri. The batters need 26 runs for to win. One is ഉന്മേഷ് വളാഞ്ചേരിയുടെ ബോളിംഗിൽ ആദ്യ 2 ബോളുകളിൽ മാക്സിമം സ്കോറിലേക്ക് എത്തുന്നു. ആദ്യ ഇന്നിംഗ്സ് കണ്ടവർ ബോളിംഗ് പിച്ചിലേക്ക് മാറി എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അത് ബാറ്റിംഗ് പിച്ചിലേക്ക് തന്നെ മാറ്റി എന്ന് കാണിക്കാൻ. Shot, flexible shot. What a moment, Rauf Atteri. മിറാക്കിൾ കപ്പിന്റെ മിറാക്കിൾ ബോയ്, അത്ഭുതങ്ങളുടെ കൈക്കരുത്ത് കാണിക്കുന്ന സൂപ്പർ ഹീറോ. Another 6. Yeah, മോസ്റ്റ് വാല്യബിൾ പ്ലെയറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു സൂപ്പർ സിക്സറുമായി റൌഫ്. Wide extras. സെമി ഫൈനൽ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന ടീമിന് മുന്നിൽ, വിന്നേഴ്സ് കോട്ടകലിന് മുന്നിൽ 19 റൺസ് മാത്രം ഇനി. Monster, phenomenal hit into the sky. Yes, മേഘങ്ങളിലെ തൊട്ട് ആകാശങ്ങളെ ചുംബിച്ച് സിക്സർ നേടി തിരിച്ചു വരുന്ന കാഴ്ചയാണ്. റൌഫ് അട്ടേരി വളണ്ടിയേഴ്സിന്റെ തീരാ തലവേദനയായി മാറുന്നു. Another big hit. കോട്ടക്കൽ സ്റ്റാർ നോ ബോളിലും ഒരു സിക്സർ. ലോക ജനതകൾ 18 അടവുകൾ പയറ്റിയ മർമ്മ ചികിത്സകൾക്ക് വേണ്ടി ശ്രദ്ധാകേന്ദ്രമായ കോട്ടക്കലിന്റെ വിന്നേഴ്സ്, the winning star Rauf Atteri King. Monster rising here at Tirunavaya Miracle Cup. Yeah, fantastic moment here for sixes. Just 5 runs required to win. ജയിക്കാൻ വേണ്ടത് 5 റൺസ് മാത്രം.
5 റൺസിന് ആഘോഷങ്ങളുടെ കരഘോഷങ്ങളുടെ കയ്യടിയോടുകൂടി തന്നെ അവസാനിപ്പിക്കുകയാണ് റഹൂഫ് അട്ടേരി. അനന്തപുരിയിൽ നിന്നും സപ്തഭാഷാ സംഗമം വരെയുള്ള 14 ജില്ലകളിലെ എല്ലാ പ്രഗത്ഭന്മാർ വന്നാലും അതിനെല്ലാം തട്ടതാണ് മലപ്പുറത്തിന്റെ ചുണക്കുട്ടി തന്നെ എന്ന് കാണിക്കുന്നു ഈ അവസരത്തിൽ റഹൂഫ് അട്ടേരി. 6 ഓവറുകൾ കൊണ്ട് തീർത്തവർക്ക് 3 ഓവറുകൾ കൊണ്ട് മറുപടി നൽകിയ സൂപ്പർ സ്റ്റാർ ടീം മലപ്പുറത്തിന്റെ കോട്ടക്കലിന്റെ